Hello friends, Assalamu alaikum. Welcome back to my channel THAHI'S Big World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഇതിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം തന്നെയാണ് ഇത്, നവാബി സെമായി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഈ ടൈപ്പിലുള്ള സേമിയ വേണം. കുറച്ച് തിന്നായിട്ടുള്ള റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സേമിയ റോസ്റ്റഡ് അല്ലാത്തതാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്, ബട്ടറിലൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ തിന്നായിട്ടുള്ള ഈ സേമിയ എടുക്കാൻ നോക്കുക കേട്ടോ. കുറച്ച് കട്ടി കൂടിയ സേമിയ ഉണ്ടല്ലോ, അതല്ലാതെ ഇങ്ങനെ തിന്നായിട്ടുള്ള ഈ സേമിയ എടുക്കുക. ഞാനിവിടെ 300 ഗ്രാമാണ് സേമിയ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് 150 ഗ്രാമാണ്. അങ്ങനത്തെ 2 പാക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ചു കൊടുക്കുക, ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുക. ഇനി അടുത്തതായി ചെയ്യേണ്ടത്, സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് ചൂടായി മെൽട്ടായിട്ട് വരുമ്പം നമുക്ക് ഈ സേമിയ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ബട്ടറിൽ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണെങ്കിലും നമുക്ക് ആ ബട്ടറിൻ്റെ ആ ടേസ്റ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പുഡിംഗ് എന്ന് പറയുമ്പോൾ താഴെയും മുകളിലും പിന്നെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഇങ്ങനത്തെ സേമിയൻ്റെ ലെയറും പിന്നെ സെൻട്രലായിട്ട് ഒരു ക്രീമി ലെയറുമായിട്ട് വരുന്ന ഒരു പുഡിങ്ങാണ്. അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ടേസ്റ്റാണെങ്കിൽ നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അപ്പം എല്ലാവരും ഈ ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ, പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര. അതായത് പിന്നെ കുറച്ചൊരു 1/2 കപ്പോളം പഞ്ചസാര എടുത്ത് അത് നന്നായിട്ട് പൊടിക്കാം. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം പഞ്ചസാര പൊടി കിട്ടും, പൊടിച്ച പഞ്ചസാര കിട്ടും. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്കായപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, ആ സമയത്ത് തന്നെ കുറച്ച് ഏലക്കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വീട്ടിലാർക്കും ആ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. ബട്ടറിൻ്റെയും ആ മിൽക്ക് പൗഡറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിലാണ് നമ്മുടെ പുഡിങ് കിട്ടുക. അപ്പം അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ ക്രീമി ലെയറിന് ആവശ്യമായിട്ടുള്ള ആ ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്കൊരു 4 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് പാലൊന്ന് ചൂടാക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര എന്നല്ല കേട്ടോ, ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് മിൽക്കിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്ത ഉടനെ തന്നെ നന്നായിട്ട് തിളക്കണം കേട്ടോ, അല്ലെങ്കിൽ കോൺഫ്ലവർ ചിലപ്പോൾ കട്ട കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാലിലേക്ക് പെട്ടെന്ന് തന്നെ യോജിക്കും. അത് നമ്മൾ ഇളക്കാതെ വെക്കുകയാണെങ്കിൽ അവിടെ കട്ട കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ആ കോൺഫ്ലവർ മിൽക്കിലേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിത് ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ ഞാൻ ഈ ക്രീമിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ല വാനില എസൻസിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ക്രീമിലേക്കാണ് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ വാനില എസൻസ് ഓപ്ഷണലാണ് കേട്ടോ, അത് വേണമെന്നൊരു നിർബന്ധമില്ല, ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ആൽമണ്ട് ആൻഡ് പിസ്തയാണ് എടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും സ്ലൈസസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരം നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ക്രീം ഒഴിച്ചു കൊടുക്കാം. ട്രൈയുടെ എല്ലാ ഭാഗത്തേക്കും ആ ക്രീം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ തേർഡ് ലെയറായിട്ടും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സേമിയ തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവി വെച്ചോ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സാവധാനം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലും കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ ആൽമണ്ട് ആൻഡ് പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ വാൾനട്ടോ ഇതിന് വേറെ നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും തവി വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നവാബി സെമായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്രീമും സേമിയൊക്കെ നന്നായിട്ട് സെറ്റാവും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നവാബി സെമായി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല സെൻറ്ററിൽ നല്ല വൈറ്റ് ലെയറും മുകളിലും താഴെയൊക്കെ നല്ല ബ്രൗൺ കളർ ലെയറൊക്കെ ആയിട്ട് നല്ല ലേസായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.